നമസ്കാരം, എന്റെ പേര് സോണി. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു ക്രിസ്മസ് സ്പെഷ്യലാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അതോടൊപ്പം തന്നെ 2021 പുതുവർഷം നല്ല രീതിയിലാവാൻ വേണ്ടി എല്ലാവർക്കും പുതുവത്സര ആശംസകളും കൂടെ ഇതിനൊപ്പം ഞങ്ങൾ നേരുന്നു. ഇനി ഈ ഒരു ഡ്രസ്സ് അതൊരു ക്രിസ്മസ് സെലിബ്രേഷൻ മാത്രമായിട്ട് ചെയ്തൊരു ഡ്രസ്സല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഉപയോഗിക്കുന്ന അതിന്റെ ലീഫും അതായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും നമ്മൾ എംബ്രോയിഡറി ചെയ്ത് കഴിഞ്ഞാല് നാച്ചുറലി അത് നമുക്ക് ആ ഒരു സീസൺ കഴിഞ്ഞ് ഇടാൻ പറ്റില്ല. അതെ, അതാണ് കൂടുതൽ ഇപ്പം മൊത്തത്തിൽ ഇത്തവണ എല്ലാവരും പറഞ്ഞൊരു അഭിപ്രായം അത് തന്നെയാണ്. കാരണം നമുക്ക് കൂടുതലും ക്രിസ്മസിന്റേതായിട്ടുള്ളത് ചെയ്തു വരുമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണില്ലല്ലോ. അപ്പൊ കളർ ഒന്ന് ക്രിസ്മസ് കളറും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചെറിയ ഓർണമെന്റൽ ആയിട്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു ഡിസൈൻ. അപ്പോ ഇതില് ഈ ഡിസൈൻ ചെയ്തതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് കഴിഞ്ഞ വീഡിയോകളിനേക്കാളും വ്യത്യസ്തമായിട്ട് ഒന്നാമതായി ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന നൂല് അത് ഇമ്പോർട്ടഡ് നൂലാണ്. മദീര എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഇമ്പോർട്ടഡ് നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് 450 എന്ന് പറയുന്ന മെഷീനിൽ തന്നെയാണ്, മൾട്ടി ഹുക്ക് ചെയ്തതാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബൊട്ടിക്കില് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള മെഷീനുകൾ ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഡ്രീം മേക്കർ 120 എന്നുള്ളതൊക്കെ മോഡല്. അപ്പൊ ഡ്രീം മേക്കർ 120 ഓൾമോസ്റ്റ് സ്റ്റോപ്പായി. അപ്പൊ അതിന് പകരം ക്വിൽറ്റ് മാജിക് എന്ന് പറയുന്ന മെഷീനാണ് ഇനി വരാൻ പോകുന്നത്. അതിലും അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു വെർഷൻ വന്നിട്ടുണ്ട്. അതായത് 6700P എന്ന് പറയുന്ന ഒരു മോഡൽ വളരെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 6700P എന്ന് പറയുന്ന മെഷീനും കൂടെ അത് കമ്പ്യൂട്ടർ എംബ്രോയിഡറി മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഡിസൈൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ബോർഡർ ഡിസൈൻസ് ചെയ്യുന്ന മെഷീനാണ്. നമുക്ക് ഡീറ്റെയിൽ ഒക്കെ പിന്നീട് പറയാം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിനകത്ത് ആ ഡിസൈനിങ് പാർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തെന്നുള്ളത് സിംപ്ലി പറയും. അതായത് ഇതില് ഞാൻ മോൾക്കും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ മോൾക്ക് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6700 ഞാൻ സ്ലീവിനും ബോട്ടത്തിനും ഒക്കെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. എന്റെ ചുരിദാറിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ഡ്രീം മേക്കർ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടുത്താം. പിന്നെ നമ്മള് ഇനിയുള്ള വീഡിയോകളിൽ ഇനി ഫർദർ വരുന്ന വീഡിയോകളിൽ ഈ നൂല് നമുക്കിപ്പോ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ത്രെഡിന്റെ കാര്യം പറഞ്ഞു, മദീരയുടെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള നൂലാണ്. അത് ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന നൂലാണ്. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള നൂലുകൾ, പല ടൈപ്പ് നൂലുകളുണ്ട്. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് 1 by 1 ആയിട്ട് അടുത്ത കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മറക്കാതെ അടുത്ത വീഡിയോകളിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണണം. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഇതിനുപയോഗിക്കുന്ന ആക്സസറീസിൽ ത്രെഡ്സ്, അതുപോലെ തന്നെ ഉപയോഗിക്കേണ്ട കത്രിക, അതുപോലെയുള്ള കാര്യങ്ങൾ, കൂടാതെ ഉപയോഗിക്കേണ്ട സ്റ്റെബിലൈസറുകൾ വ്യത്യസ്ത തരം, കൂടാതെ നമ്മളൊരു കുട്ടിക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കേണ്ട മസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ട മെഷീൻസ് അത് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടും. കാരണം ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നമുക്കൊരു സ്ഥാപനം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ബൊട്ടിക്ക് എന്നുള്ള പേരിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. കാരണം നമുക്കൊരു ടൈലറിംഗ് പോലെയല്ല, ബൊട്ടിക്കായിട്ട് വരുമ്പോ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അതിൽ വരുന്നത് ഡിസൈനിങ് പാർട്ട് തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ മദീരയുടെ നൂലിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞങ്ങളിപ്പോ ചെയ്തിരിക്കുന്ന ഈ മൾട്ടി കളർ നൂലാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് അടുത്ത് കാണുമ്പോ അതിന്റെ ആ ഒരു ക്വാളിറ്റി ശരിക്കും പറഞ്ഞ ഗ്ലിറ്ററിംഗ് ആണ്. നമ്മൾ ഇതിൽ കാണുന്നതിലും കൂടുതൽ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഗ്ലിറ്ററിംഗ് ആയിട്ട് തോന്നും. നമുക്ക് ത്രെഡ് ആയിട്ടല്ല ഇത് ഫീൽ ചെയ്യാം. അതെ, നമ്മളതൊരു എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പോലെയല്ല ഇത് തോന്നുന്നത്. ശരിക്കും നല്ലൊരു ഗിൽട്ട് ആയിട്ടുള്ള, അതായത് നമ്മൾ ഗിൽട്ട് യൂസ് ചെയ്യില്ലേ, ആ ഒരു ഫീലാണ് ശരിക്കും വരുന്നത്. ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. നമ്മളിപ്പോ നമ്മുടെ നാട്ടിലാണ് ഇതൊന്നും ആളുകൾ അധികം ഉപയോഗിക്കാത്തത്. വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള നൂലുകളാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊരു 1000 മീറ്ററിന്റെ ഒരു റോളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും നമുക്ക് ഇപ്പൊ ഈ 2 ചുരിദാർ ഫുള്ള് കഴിഞ്ഞിട്ടും 2 ചുരിദാറും പിന്നെ അതുപോലെ തന്നെ ബോട്ടത്തിനും ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതും എന്നിട്ടും ബാക്കിയുണ്ട്. കാരണം മൊത്തം ഞാൻ ഈ ഒരു നൂല് വെച്ച് തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ബൊട്ടിക്കില് ശരിക്കും പറഞ്ഞാല് ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ സംഘടിപ്പിച്ചിട്ട് വേണം നടത്തേണ്ടത്. എന്നാലാണ് വെറൈറ്റി ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ പല വീഡിയോകളും പറയുന്ന പോലെ തന്നെ
ഒരു വെറൈറ്റി ആയിരിക്കണം നമ്മുടെ സ്ഥാപനം, അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ഒരുപാട് ഫർണിഷിങ്ങും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റും ചെയ്യുന്നതിലല്ല കാര്യമായിരിക്കുന്നത്, നമ്മുടെ വർക്കിന്റെ ക്വാളിറ്റിയാണ്. അപ്പൊ അതിനറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങളും കൂടെ നമ്മൾ ആഡ് ഓൺ ചെയ്യണം, അത് മസ്റ്റാണ്. ഇതിലിപ്പോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ എംബേർഡ് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. പിന്നെ അതിനെ നമ്മൾ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പ് ചെയ്ത് 3ആയിട്ട്. നമുക്ക് ഇതിനകത്ത് ആ ഒരു അലൈൻമെന്റ് സ്റ്റിച്ചസും കൂടെ ആഡ് ചെയ്ത് കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇതില് ഡിസൈൻ പാർട്ട് അല്ല കേട്ടോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഞാൻ ശരിക്കും ഹൈലൈറ്റ് ചെയ്യണത് ഇതിന്റെ നൂലാണ്. കാരണം ഡിസൈനിങ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, പക്ഷെ ആ നൂല് നിങ്ങൾ ശരിക്കും നേരിട്ട് കാണുമ്പോൾ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ കളേഴ്സിനനുസരിച്ചുള്ള കൂടുതൽ ഡിസൈൻസ് ഒക്കെ നമ്മൾ ഇനി വരുന്ന കുറെ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യാം, നല്ല നല്ല ഡിസൈൻസ് ചെയ്യാൻ കിട്ടും. പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ഒരു പ്ലെയിൻ മെറ്റീരിയലിൽ നമ്മൾ നൂല് വെച്ച് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്. കാരണം ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതില് ഡ്രീം മേക്കറിൽ ചെയ്ത ഡിസൈൻ ആണ് കണ്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ലീവിന് അത്ര ഒരു 5 ഇഞ്ച് നീളത്തിലാണ് ഞാൻ ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ശരിക്കും നമ്മുടെ ലോക്ക് ചെയ്യണ ഒരു പാർട്ട് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റിച്ചസ് ആണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഗിൽട്ടായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഭംഗി, അതാണ് ഞാൻ കൂടുതൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇത് അടുത്ത് ഞാൻ കാണിക്കാം കൂടുതൽ. പിന്നെ ഞാൻ ആ ഡിസൈനിന്റെ ഇടയിലേക്ക് ഒരു ചെറിയ പേള് പോലെ കൊടുത്തിട്ടുണ്ട്. അതും എന്താ പറയാ, ആ ഒരു തിളക്കത്തിന്റെ ഉള്ളിൽ ഒരു വൈറ്റ് പേള് വരുമ്പോ അതിനൊരു ഭംഗിയുണ്ട്. മോളുടെ ഡ്രസ്സും കൂടി ഞാൻ ഇതിൽ കാണിക്കാം. അത് ഞാൻ മറ്റേ മെഷീനിലാണ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതും കൂടി കാണാം. പിന്നെ ഇതുപോലെ തന്നെ നമ്മളിത് അലൈൻമെന്റ് ചെയ്യുമ്പോൾ ഞാൻ പലരോടും പറയാറുണ്ട്, സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് വേസ്റ്റിംഗ് സ്റ്റിച്ച് ഉപയോഗിക്കണം. അപ്പൊ ഇതിൽ ഉപയോഗിക്കുന്ന വേസ്റ്റിംഗ് സ്റ്റിച്ചസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വാട്ടർ സോളുബിൾ ത്രെഡ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാട്ടർ സോളുബിൾ ത്രെഡ് ഇത് ഉപയോഗിക്കുന്നത് നോർമലി ഇപ്പൊ ഇങ്ങനത്തെ യൂസിന് നമ്മൾ വാട്ടർ സോളുബിൾ ഉപയോഗിക്കണമെന്നില്ല, എന്നാലും വാട്ടർ സോളുബിൾ ത്രെഡ് ഉണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇതില് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത് അറിയോ. നമ്മളിപ്പോ ഒരു സിൽക്ക് മെറ്റീരിയലില് പേസ്റ്റിംഗ് സ്റ്റിച്ച് കൊടുക്കുമ്പോ എന്താ ഉണ്ടാവണേന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ അത് അഴിച്ചെടുക്കുന്ന സമയത്ത് സംഭവം നമ്മള് ലോങ് സ്റ്റിച്ച് ആണെങ്കിലും ഇട്ടാലോ, എന്നാലും നിങ്ങൾക്ക് അറിയാലോ നമ്മളത് സിൽക്കിൽ അഴിച്ചെടുക്കുമ്പോ ചെറിയൊരു ഹോള് പോലെ അവിടെ ചുറ്റും കാണിക്കും. അപ്പൊ നമുക്ക് ഈ വാട്ടർ സോളുബിൾ ത്രെഡ് യൂസ് ചെയ്യുമ്പോ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മളൊന്ന് പതുക്കെ വെള്ളം കൊണ്ടൊന്ന് ഒപ്പിയെടുക്കുമ്പോ ശരിക്കും അത് അവിടെ പോയി. അത് കൂടാതെ നമ്മൾ ഒരു പോർഷൻ നമ്മൾ ചെയ്തിട്ട് അടുത്ത അലൈൻമെന്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോ വേസ്റ്റിംഗ് അടിക്കുമ്പോൾ നോർമലി ഉള്ള എംബ്രോയിഡറി മീതെ കൂടെ പോകും. അപ്പൊ എംബ്രോയിഡറി മീതെ വേറെ ഏതെങ്കിലും സ്റ്റിച്ചസ് വന്നു കഴിഞ്ഞാൽ നോർമലി നമുക്ക് അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വേസ്റ്റിംഗ് ആവുമ്പോൾ അത് വെള്ളം തൊട്ടാ പൊക്കോളും, ഇല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് വാഷിൽ അത് നമുക്ക് പൂർണ്ണമായിട്ട് പോകാവുന്നതുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശരി. പക്ഷെ എനിക്കൊന്നും ഇതിൽ വൈറ്റ് കളർ മാത്രമാണ് വരുന്നുള്ളൂ. വാട്ടർ നോർമലി അതിന്റെ കളറിന് ഇമ്പോർട്ടന്റ് ഇല്ലല്ലോ, കാരണം വൈറ്റ് ആണ് വരുന്നത്. കാരണം നമ്മള് ഇപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോ അറിയാം ഞങ്ങൾ ആ ചുറ്റും ഇതില് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കൊണ്ട്. നമ്മൾ ഇപ്പൊ ഇതിനെ കുറിച്ച് പറയുന്നത് ത്രെഡ്സിന്റെ വ്യത്യസ്തമായ ത്രെഡുകളെ കുറിച്ച് നമ്മൾ ഇനി വരുന്ന പാർട്ടുകളിൽ നമ്മൾ പറയാം. അപ്പൊ ഇങ്ങനെയും ഒരു ത്രെഡ് ഉണ്ട്, വാട്ടർ സോളുബിൾ ത്രെഡ്. പൊതുവെ നിങ്ങളെല്ലാവരും പലരും ഈ വാട്ടർ സോളുബിൾ സ്റ്റെബിലൈസറെ കുറിച്ച് കേട്ടിരുന്നു. വാട്ടർ സോളുബിൾ ത്രെഡ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. ഇൻഡസ്ട്രിയിൽ പല സംഭവങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. നമ്മള് എല്ലാം അറിഞ്ഞിരിക്കണം, എന്തെല്ലാം ഉണ്ട് ഇതിൽ എന്നുള്ളത് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. മെഷീൻ എന്ന് പറയുന്നത് ചെറിയൊരു പാർട്ടാണ്. അപ്പൊ നമ്മൾ അതിലും മാത്രം ചുറ്റിക്കൊണ്ട് ഇരുന്ന് മെഷീനിൽ മാത്രം നിന്ന് കിട്ടുന്ന ഏതെങ്കിലും നൂല് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് മാറിയിട്ട് ഇതൊരു ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള കാര്യങ്ങളും കൂടെ കുറച്ച് അധികമൊന്നും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഈ റെഡിമെയ്ഡ് മേഖലകള് ബ്രാൻഡഡ് ആയിട്ടുള്ള കുർത്തീസ് അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഇതിനൊക്കെ ഇത്രയും ക്വാളിറ്റിയും അല്ലെങ്കിൽ ഭംഗിയും നമുക്ക് തോന്നുന്നത് വെച്ചാൽ അവർ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള ത്രെഡ് ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ നോർമലി എങ്ങനെ ചെയ്താലും സാധാരണ ത്രെഡ് കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇപ്പൊ സാധാരണ ത്രെഡ് ഉപയോഗിച്ചാൽ പോരെ, എന്തിന് ഇത്ര വില കൊടുത്തിട്ടോ അല്ലെങ്കിൽ 10 രൂപ കൂടുതൽ കൊടുത്തിട്ട് ത്രെഡ് വാങ്ങിക്കണം. 15 രൂപ തൊട്ടുള്ള ത്രെഡ് യൂസ് ചെയ്യാം. അതെ, അങ്ങനെയുള്ള ഇപ്പൊ 15 രൂപയും 18 രൂപയുടെയും ത്രെഡൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്നതും അതിലും കുറച്ചും കൂടെ പൈസ കൂടുതൽ കൊടുത്ത് ത്രെഡ് ഉപയോഗിക്കുന്നതും നിങ്ങൾ ഒരിക്കൽ കണ്ടാലേ അത് വ്യത്യാസം മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കാതെ നമ്മൾ എല്ലാം ഒരുപോലെയാണെന്ന് കരുതിയത്. അതുകൊണ്ടാണ് നമ്മളൊരു വാണിംഗ് ബോർഡ് ആണ് നിങ്ങൾ പറയുന്നത്. നമ്മൾ ചെറിയൊരു 1000 രൂപയോ 2000 രൂപ ലാഭം നോക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മാറും,
അതിനനുസരിച്ച് കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പലയിടത്തും നമ്മൾ ഈ ഒരു പരാതി കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോ ഇനി അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിൽ ഭംഗിയായിട്ടുള്ള വീഡിയോസ്, നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇതിന്റെ ആക്സറീസും മറ്റു കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ മെഷീൻസിന്റെ ഡെമോ വേണമെന്നുണ്ടെങ്കിൽ ഡെമോ നമ്മൾ തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സപ്പോർട്ടും ഒരു ബൊട്ടിക്ക് നല്ല രീതിയിൽ റൺ ചെയ്യാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും നിങ്ങൾക്ക് നമ്മുടെ രണ്ടുപേരുടെയും നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൽക്കാലം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നന്ദി, നമസ്കാരം.